ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് ഇതാ ഈ വീടും സ്ഥലമാണ് കേട്ടോ. 25 സെൻറ്റ് സ്ഥലമുണ്ട്, നല്ലൊരു വീടുമുണ്ട്. ഈ വീട്ടിലേക്കുള്ള റോഡാണിത്, കണ്ടോ. ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ട് നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് പത്തിരിപ്പാല ടൗണിൻ്റെ തൊട്ടാണ് കേട്ടോ. ഈ വീടിൻ്റെ പരിസരത്തൂടെ ബസ് റൂട്ടുണ്ട്. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 150 മീറ്റർ നടന്നാൽ ഇതാ ഈ വീട്ടിലേക്ക് എത്തിയിട്ടോ. ഈ വീടിൻ്റെ മുറ്റം കണ്ടില്ലേ, നോക്കി. ഒരു 5-6 കാറുകൾ നിർത്തിയിട്ട് അത്രയും നല്ല പാർക്കിംഗ് സ്പേസാണുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പാർക്കിംഗ് സ്പേസാണ്. അതുപോലെ 14 തെങ്ങുണ്ട് ഈ വീട്ടിൽ കായ്ക്കുന്നത്. നല്ല വൃത്തിയിൽ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് കണ്ടില്ലേ, കൈമതിലൊക്കെ കെട്ടി പുറംപുളപ്പ് വേറെ ആക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയത് ഈ വീടും പരിസരം കേട്ടോ. 25 സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത്. 2000 സ്ക്വയർ ഫീറ്റ് വീടും. 5 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് കേട്ടോ. ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും പിന്നെ 2 കോമൺ ആയിട്ടുള്ള ബാത്റൂമുണ്ട്. നമ്മൾ വളപ്പൊന്ന് സ്പീഡ് ചെയ്ത് വരാം കേട്ടോ. അതാണ്ട കരിങ്കല്ലിൻ്റെ മതിലൊക്കെയാണ് ഫുള്ള്. വെള്ള സൗകര്യത്തിന് നല്ല പറ്റാത്തൊരു ഓപ്പൺ കിണറും ഉണ്ട് കേട്ടോ. എല്ലാവിധ ഫലവൃക്ഷങ്ങളും ഈ വളപ്പിലുണ്ട്. തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ്. ഇതുണ്ടോ, ഈ കിണർ ഉണ്ടല്ലോ, ഒരിക്കലും പറ്റില്ല. ഏത് സമയവും വെള്ളം, സമയം വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറാത്. തെങ്ങ് കൂടാതെ മാവ് 6 മാവുണ്ട്, 3 പ്ലാവുണ്ട്, പിന്നെ സപ്പോട്ട, അങ്ങനെയുള്ള എല്ലാവിധ ഫലവൃക്ഷങ്ങളും ഒരുവിധമൊക്കെ ഉള്ള നല്ലൊരു വളപ്പുമാണ്, നല്ലൊരു വീടാണ്. ഇവിടെ വന്നാൽ തന്നെ നല്ലൊരു പച്ചപ്പും കൂളിങ് കേട്ടോ ഈ വീട്, അതിൻ്റെ പരിസരമൊക്കെ. ഇത് പുറത്ത് ഇതാ കോമൺ ആയിട്ട് അടുക്കളയുടെ പുറകുവശം അത്. ഇവിടെ കോമൺ ആയിട്ടൊരു ബാത്റൂമുണ്ട്. ഈ ബാത്റൂം തന്നെ കണ്ടോ, നല്ല വൃത്തിയുണ്ട്. അവിടെ തന്നെ വാഷ് ചെയ്യാനുള്ളൊരു കല്ലും ഈ ബാത്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ഇതാ ഒരു സ്റ്റോർ റൂം പോലെ, വിറക് വരെ എന്ത് വേണമെങ്കിലും നമുക്ക് പർപ്പസായിട്ട് യൂസ് ചെയ്യാം. ഇത് ഒരു ഭാഗം. ഈ മതിലിൻ്റെ അപ്പുറം ഇതിലൊരു റോഡാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ ഈ മതിൽ കണ്ടോ, ഇതിൻ്റെ അപ്പുറത്ത് റോഡാണ്. അതുകൊണ്ട് തന്നെ ഇതെന്ന് കഴിഞ്ഞാൽ സ്ഥലം മുറിച്ച് വിൽക്കണമെങ്കിൽ വിൽക്കും ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ വേറൊരു വീട് വെച്ചാൽ അതിലേക്കുള്ള റോഡ് ആക്സസ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നല്ലൊരു ഓപ്പൺ സിറ്റ് ഔട്ട് അല്ലേ, ചാരുപടിയൊക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങുള്ള വീടാത്. നല്ല മെയിൻ്റെനൻസിങ് കറക്റ്റായിട്ട് ചെയ്യുന്ന വീടാണ് കേട്ടോ. ഫുള്ള് ഗ്രാനൈറ്റ് വർക്ക്, അതുപോലെ ഈ മരത്തിൻ്റെ വർക്കുകളൊക്കെ ഫുള്ള് തേക്കാണ്. ഇവിടെ ഉണ്ടല്ലേ, ഇരിക്കാനുള്ളതൊക്കെ നല്ലൊരു സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ വീടിൻ്റെ നിർമ്മാണം ഫുള്ള് മണൽ, ഇഷ്ടിക, ഇതാണ് ഇതിൻ്റെ നിർമ്മാണം കേട്ടോ. ഈ വാതിലൊക്കെ കണ്ടില്ലേ, ഫുള്ള് കൊത്തുപണിയാണ്. അതുപോലെ തന്നെ നല്ല കാതലുള്ള തേക്കുമാണ്. വിശാലമായ മുറ്റുണ്ട്. അവിടുന്ന് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറി, സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ഇതാ മെയിൻ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ലിവിങ് ഏരിയ കണ്ടോ. എന്താ ഫിനിഷിങ് വീട് കണ്ടില്ലേ. ലിവിങ് ഏരിയയുടെ ഒരു തലയ്ക്കൽ ഡൈനിങ് സെക്ഷൻ. വീടൊരു 10 വർഷത്തിൻ്റെ മേലെ ആയിട്ടുണ്ടാവും. പക്ഷേ വീടിൻ്റെ ക്വാളിറ്റി കണ്ടില്ലേ, ശരിക്കും ഇപ്പോൾ പുതിയ വീടിൻ്റെ അതേ ലുക്കുമാണ്, അതേ കണ്ടീഷനുമാണ് കേട്ടോ. നല്ല മെയിൻ്റനൻസ് ക്ലിയർ ചെയ്ത് നോക്കി നടത്തുന്ന വീടാത്. ഈ ഭാഗത്ത് കണ്ടോ, ലിവിങ് ഏരിയയിൽ സോഫ സെറ്റി, അതുപോലെ ദിവാൻ കോട്ട്, ഷോക്കേസൊക്കെ അവിടെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയ, അതിൻ്റെ തൊട്ട് 2 ബെഡ്റൂം. ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം. ബെഡ്റൂമുകളൊക്കെ നല്ല 12x10, 12x12 സൈസൊക്കെ ഉള്ള ബെഡ്റൂമുകളാണ് കേട്ടോ. ഓരോ ഭാഗം നല്ല ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ സൂക്ഷിപ്പ് കേട്ടോ. ചുമരുമലൊക്കെ ഇതാ മരത്തിൻ്റെ അലമാരകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് എത്തി. അതിൻ്റെ തൊട്ടന്നെ ഇതാ ഈ വാതിലടച്ചിരിക്കുന്നുണ്ട്, ഇതാണ് 2ാമത്തെ റൂം. ആ റൂം നമ്മളിപ്പോൾ ആദ്യം കണ്ട റൂമിൻ്റെ അതേ വലിപ്പം തന്നെയാണ്. അതേ വലിപ്പമുണ്ട്, അതേ സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കണ്ട 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് അല്ല കേട്ടോ, ബാത്റൂം ഇല്ലാത്തതാണ്. റൂമുകളൊക്കെ രണ്ടും സെയിം വലിപ്പമാണ്, സെയിം സൗകര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. 2ാമത്തെ ബെഡ്റൂം നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് എത്തി. ഡൈനിങ് ഏരിയയുടെ തൊട്ടന്നെ കണ്ടല്ലോ ഒരു വാഷ് ബേസിൻ, നല്ല വലിപ്പത്തിൽ. അതിൻ്റെ അടിയിലെ ആ റാക്കുകളൊക്കെ ഉണ്ടല്ലേ, നല്ല മരത്തിൻ്റെ ഉണ്ട്. നല്ല വൃത്തിയുള്ള വലിപ്പമുള്ള വാഷ് ബേസിനാണിത്. സാധാരണയൊക്കെ ചെറുതാണ് കണ്ടിട്ടുള്ളത്, നല്ല വലിപ്പമുണ്ട്. ആ സ്പേസ് അങ്ങനത്തെ ഒരു സ്പേസ് ആയതുകൊണ്ടാണ്. അവിടുന്ന് നമ്മൾ ആ 3ാമത്തെ ബെഡ്റൂമിലേക്ക് എത്തി. ഈ ബെഡ്റൂം ആദ്യം കണ്ട ബെഡ്റൂമില്ലേ 2 അതിനേക്കാളും വലിപ്പമുള്ളതാണ്. ഒരു 15-12 ഒക്കെ ഉണ്ടാവും. ഈ ബെഡ്റൂം പിന്നെ അറ്റാച്ച്ഡാണ്. നമ്മൾ ഈ വീടും സ്ഥലം വന്ന് നോക്കിയപ്പോഴേ നല്ലൊരു പോസിറ്റീവ് എനർജി ആട്ടോ. അപ്പോൾ അതിപ്പോൾ ഞാൻ വെറുതെ പറയല്ല, വന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു കൂളിങ്ങുമാണ്. ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ നമുക്ക് തന്നെ ഒരു ഇതാണ് കാണുമ്പോൾ. ഇത് ഈ ബെഡ്റൂമിലെ ബാത്റൂമാണ് കേട്ടോ.
പത്തിരിപ്പാല ടൗണിനടുത്ത് നല്ലൊരു 10-25 സെൻറ്റ് സ്ഥലവും വീടും 2000 സ്ക്വയർ ഫീറ്റ് വീടും 5 ബെഡ്റൂമും ഉണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ കേട്ടോ ഈ വീട്. നമ്മൾ ആ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും ഡൈനിങ് സെക്ഷനിലേക്ക് എത്തി. ഇത് സ്റ്റെയർ കേസിൻ്റെ താഴെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമൊക്കെ കണ്ടോ, നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. 10 വർഷത്തിൻ്റെ മേലുള്ള ബാത്റൂമാണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയുമോ? അതാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് അത്രയും കറക്റ്റാണ്. ആ കോമൺ ബാത്റൂമിൽ നിന്ന് നമ്മൾ വീണ്ടും ഇതാണ് ഇപ്പോൾ നമ്മുടെ ലിവിങ് ഏരിയ. അതിൻ്റെ തൊട്ട് ഡൈനിങ് സെക്ഷൻ്റെ തൊട്ടായിട്ടാണ് അടുക്കളയും കണ്ടോ, അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. അടുക്കളയുടെ അപ്പുറത്ത് ഒരു വർക്ക് ഏരിയ എക്സ്ട്രാ ഉണ്ട്. ഇവിടെയും കണ്ടോ വാർഡ്രോബ്, അതിനുള്ള കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സിങ്ക്. 10 വർഷം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള കാലാവധിയാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഫുള്ള് വർക്കൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ അധികമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ വീട് തന്നെ പറയാൻ പറ്റും. കാരണം അത്രയും ഫിനിഷിങ്ങാണ് ഇതിൻ്റെ ഓരോ ഭാഗമുള്ളത്. ഇത് അടുക്കളയുടെ തൊട്ട് തന്നെ ഒരു സ്റ്റോർ റൂം പോലൊരു ഭാഗമാണ് കേട്ടോ അത്. അവിടെ ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു ഷെൽഫുണ്ട്. അവിടുന്ന് ഒരു സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഭാഗം. ഇത് വേറൊരു വർക്ക് ഏരിയ. വാഷിംഗ് മെഷീന്, അവിടെ തന്നെ വാഷ് ചെയ്യാനുള്ള വേറൊരു സിങ്ക്. ഇവിടെ സ്ലാബ്, പിന്നെ വിറകടുപ്പൊക്കെ ഈ ഭാഗത്താണ്. അവിടെ ഇതുപോലെ ചുമരുമല് ഷെൽഫുകൾ ഒക്കെ ഉണ്ട്. അതായത് ഈ വീടിൻ്റെ സ്ട്രക്ചർ ചെയ്ത് നമ്പർ ഇട്ട ഒരു കാലാവധിയാണ് 10 വർഷത്തിൻ്റെ മേലെ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫുള്ള് ഫിനിഷിങ് വർക്ക് കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല കേട്ടോ. നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ അടുക്കളയിൽ നിന്ന് വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് എത്തി. സ്റ്റെയർ കേസ്, മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലത് ഭാഗത്തുള്ളതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ കൈവരിയൊക്കെ ഉണ്ടല്ലോ, ഫുള്ള് തേക്കിൻ്റെയാണ്, കടഞ്ഞെടുത്ത തേക്കാണ്. ഈ സ്റ്റെയർ കേസിൻ്റെ ഒരു ലാൻഡിങ്ങിൽ ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമുണ്ട്. ഇതാണോ, ഇത് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം. ഇതും യൂറോപ്യൻ ക്ലോസറ്റാണ്. നല്ല വൃത്തിയുണ്ട് അതും കണ്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ താഴത്തുള്ളവർക്കും മുകളിലേക്ക് വരാം, ഈ മുകളിലുള്ളവർക്കും ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം. കയറി കഴിഞ്ഞാൽ വലത് ഭാഗത്ത് ഓപ്പൺ ടെറസിലേക്കുള്ളത്. ഇത് ഇടത് ഭാഗത്തൊരു ബെഡ്റൂം. ഈ മുകളിലുള്ള 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് അല്ല. ഇതിന് രണ്ടിനും കണക്കാക്കിയിട്ടാണ് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഒരു ബാത്റൂം കേട്ടോ. ഇതും താഴത്തെ ബെഡ്റൂം പോലെ നല്ല അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ബെഡ്റൂം തന്നെയാണ്. അതിനേക്കാളും വലിപ്പമുണ്ട് അതിന് തൊട്ടുള്ള വലിയ ബെഡ്റൂം. ഇത് പിന്നെ ബാൽക്കണി അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് കേട്ടോ. കണ്ടോ, നല്ല വലിപ്പമുണ്ട്. ഫാമിലി കോട്ട് കട്ടിലിട്ടിട്ട് അതിൻ്റെ സ്പേസ് ഉണ്ടല്ലേ, അലമാറട്ട്, ഡ്രസ്സിങ്ങിൻ്റെ ടേബിള് ഒക്കെ ഉണ്ട്. എന്നാലും നല്ല സ്പേസ് ഉണ്ട്. ഈ ബെഡ്റൂം ബാൽക്കണി അറ്റാച്ച്ഡ്. ഇതാണ് ബാൽക്കണി. ഇത് ബാൽക്കണി എന്നുള്ള കാഴ്ചയാണിത്. 25 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് 5 ബെഡ്റൂമുള്ള ഈ വീടിന് വില പറയുന്നത് ഇതിൻ്റെ ഓണർ 90 ലക്ഷം രൂപയാണ്. എങ്കിലും ചെറിയ രീതിയിലൊക്കെ കുറവ് ചെയ്ത് കിട്ടുന്നതാണ്, അല്ലാതെ കുറയില്ല. കാരണം ഇവിടെ സ്ഥലത്തിന് തന്നെ വില ഉണ്ട്, ടൗൺ അടുത്തല്ലേ. ആ ബെഡ്റൂമിൽ നിന്ന് നമ്മളിതാ ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങി. ഓപ്പൺ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒരു കാഴ്ച ഉണ്ടോ, ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ റോഡ് പോകുന്നത്. ഈ റോഡിന് കണക്കാക്കി നമുക്ക് ഇന്ന് വേണമെങ്കിൽ ഒരു 7 സെൻറ്റ് സ്ഥലത്ത് വേറെ വീട് വെക്കുക, അല്ലെങ്കിൽ സ്ഥലം മുറിച്ച് വിൽക്കുക വേണമെങ്കിലൊക്കെ ചെയ്യാം കേട്ടോ. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. ആർക്കും പറ്റും. നല്ലൊരു സ്ഥലവും വീടുമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി.